പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 49-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യേശുനാഥൻ ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ജെറുസലേമിൽ വച്ച് ബാലനായ യേശുവിനെ കാണാതെ അന്വേഷിച്ച് വിഷമിക്കുന്ന പരിശുദ്ധ അമ്മയെയും ഔസേപ്പിതാവിനെയും നാം കാണുന്നുണ്ട്. യേശുവിനെ അവിടെ കണ്ടെത്തുമ്പോൾ, ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ അമ്മയോട് യേശു പറഞ്ഞ വചനങ്ങളാണ് ഇവ. എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. യേശു എന്താണ് ചെയ്തത്? യേശു തൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. നാം ഓരോരുത്തരും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15:10 യേശു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും എന്ന്. യേശുവിൻ്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും നാം ജീവിക്കണം. അപ്പോൾ മാത്രമാണ് യേശുവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നവരായി നാം മാറുന്നത്. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുമെന്ന്. പക്ഷെ നാം പലപ്പോഴും പറയുന്നത് കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ്. എന്താണ് തിരുവചനം പറയുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നു, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം വർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. വിശുദ്ധ ലൂക്ക 6:46 യേശു നാം ഓരോരുത്തരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന്. നാം നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം ദൈവത്തിനല്ല ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് തന്നെയാണ്. നമുക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും ആണ് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സ്ഥാനത്തേക്ക് സൃഷ്ടികളെയാണ് നാം കയറ്റിവെക്കുന്നത്. ചിലർ ധനത്തിനും ചിലർ സ്ഥാനമാനങ്ങൾക്കും ചിലർക്ക് മറ്റുള്ള പേരിനും പ്രശസ്തിക്കും വേണ്ടി സ്വാർത്ഥമോഹങ്ങൾ സഫലമാകാൻ വേണ്ടി ഒക്കെയാണ് നാം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും, മനോഭാവങ്ങളിൽ മാറ്റം വരും. നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നാവിനെയും മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റുള്ളവരെ അംഗീകരിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും എളിമപ്പെടുവാനും സ്വാർത്ഥത ഉപേക്ഷിക്കുവാനുമെല്ലാം കഴിയുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ മാത്രമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് സ്വർഗം തുറന്നു തരാനായി പീഡകൾ സഹിച്ച് കുരിശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ യേശുവിനോടുള്ള സ്നേഹവും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടായിരിക്കണം. യേശുവിനോട് സ്നേഹമുണ്ടാകുമ്പോൾ യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.